നമസ്കാരം. ശാസ്ത്രലോകത്തിന്റെ നെറുകയിൽ വിരാജിച്ചിരുന്ന ഒരു പ്രതിഭ, രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ഒരു സ്ഥാപനത്തിലെ മുൻ ഉദ്യോഗസ്ഥൻ. അപ്രതീക്ഷിതമായി അയാളുടെ കൈകൾ ഒരു ക്രൂരതയുടെ ആയുധമായി മാറിയപ്പോൾ ബംഗളൂരു നഗരം ഞെട്ടലോടെ ആ വാർത്ത കേട്ടു. ഒരു സിനിമയെ വെല്ലുന്ന നാടകീയതയും ദുരൂഹതയും നിറഞ്ഞ ആ സംഭവത്തിന്റെ ചുരുളഴിയുമ്പോൾ പുറത്തു വരുന്നത് ഹൃദയം നുറുങ്ങുന്ന ഒരു കഥയായിരുന്നു. ഭാര്യയെ തോർത്തുപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന കുറ്റസമ്മതം. സംഭവം നടന്നത് ബംഗളൂരു ആവലഹള്ളിയിൽ ശാന്തമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബുധനാഴ്ച പ്രഭാതത്തിലാണ്. റിട്ടയർഡ് ISRO ജീവനക്കാരനായ 65 വയസ്സുകാരനായ നാഗേശ്വർ റാവുവിന്റെ വീട്ടിൽ സംഭവിച്ചത് ആർക്കും വിശ്വസിക്കാനാകാത്ത ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യശ്രീ 60 വയസ്സാണ്. സ്വന്തം വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ കൈകളാൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വെറുമൊരു തോർത്ത്, അതാണ് ഈ ക്രൂരതയ്ക്ക് ഉപയോഗിച്ചതെന്ന് പോലീസ് പറയുമ്പോൾ ഭാവനകൾക്ക് പോലും അവിശ്വസനീയമായി തോന്നാം ഈ സംഭവം. കൊലപാതകത്തിന് ശേഷം നാഗേശ്വർ റാവു ചെയ്തത് അതിലേറെ വിചിത്രമായ കാര്യമാണ്. സാധാരണഗതിയിൽ ഒരാൾ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്താൽ അത് മറച്ചുവെക്കാനോ രക്ഷപ്പെടാനോ ശ്രമിക്കും. എന്നാൽ ഇവിടെ നാഗേശ്വർ റാവു തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങൾ അയാൾ സുഹൃത്തിനോട് തുറന്നു പറഞ്ഞു. ആ സുഹൃത്താണ് പിന്നീട് പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞത്. പോലീസ് വീട്ടിലെത്തുമ്പോൾ നാഗേശ്വർ റാവു അവിടെ തന്നെ ഉണ്ടായിരുന്നു. യാതൊരു ഒളിച്ചോട്ടത്തിനും ശ്രമിക്കാതെ താൻ ചെയ്ത കുറ്റത്തിന്റെ ഭാരം പേറി അയാൾ അവിടെ നിന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം നാഗേശ്വർ റാവു നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം താനും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുവെന്ന്. ഈ മൊഴി പോലീസ് അതീവ ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പ്രതി വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റ്ഫീൽഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നതനുസരിച്ച് ഈ ദുരന്തത്തിന് പിന്നിൽ മറ്റ് യാതൊരു കാരണങ്ങളും പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉയർന്ന വിദ്യാഭ്യാസവും സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും ഉണ്ടായിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെയൊരു ക്രൂരതയിലേക്ക് എത്തിയത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ദമ്പതികളുടെ ഏക മകൾ അമേരിക്കയിലാണ്. ഈ വിവരം അവരെ അറിയിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒരു ചെറിയ തോർത്ത് ഉപയോഗിച്ച് ഒരു ജീവിതം അവസാനിപ്പിച്ചു എന്നത് പലർക്കും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചുരുളഴിക്കാൻ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇവർ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബന്ധുക്കളും നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ ഒറ്റപ്പെടുമെന്ന ഭീതിയിലാകാം ഇയാൾ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പല അസുഖങ്ങളും ഇയാളെ അലട്ടിയിരുന്നു. താൻ മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് പിന്നെ ആരുമില്ല, ബന്ധുക്കളോ മറ്റോ ഭാര്യയെ നോക്കില്ല എന്നൊരു ചിന്തയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാകാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്.